Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. കൺഫ്യൂഷൻ ക്ലാസ്സിൽ എടുത്തത് നോക്കിയാ എല്ലാവരും? Yes, ma'am. ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? എല്ലാം ക്ലിയർ ആണോ? No doubt, ma'am. No doubt, ma'am. മോക്ക് ടെസ്റ്റ് എഴുതിയാ? Okay, Yes, ma'am. ma'am. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മാം. മാം എക്സാമിന് ഇങ്ങനെ ആയിരിക്കുമല്ലോ? ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ, ഒബ്ജക്റ്റീവ് ടൈപ്പ്. ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് വായിച്ചു പോയാ പോരെ മാം? ഓക്കെ, മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനിയിപ്പോ ക്ലാസ്സുകൾ കാണുമ്പോഴേക്കും കുറച്ചും കൂടെ ക്ലിയർ ആവുമല്ലോ. അപ്പൊ ഒന്നും കാണാതെ പഠിക്കണ്ടല്ലോ. ഇല്ല, മനസ്സിലാക്കിയാൽ മതിയല്ലോ. നിങ്ങൾക്ക് കുറച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. താങ്ക് യു മാം. മാം, ഞാൻ 2-ാം തീയതിയാണ് ജോയിൻ ചെയ്തേ. അപ്പൊ ഈ ഫസ്റ്റ് ക്ലാസ് കേട്ടിട്ടില്ല. അപ്പൊ ഇത് ഏത് ചാപ്റ്ററിലാണ്? പിന്നെ മാമിന്റെ പേരൂടെ ഒന്ന് പറയുവോ? ഞാൻ എടുക്കുന്നത് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ ഞാൻ ഫ്രൈഡേ ആണ് ക്ലാസ് എടുത്തത്. ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് എടുത്തേക്കുന്നത്. അപ്പൊ ഗൂഗിൾ ക്ലാസ് റൂമിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും, അവൈലബിൾ ആയിരിക്കും. അപ്പൊ ക്ലാസ് കണ്ടിട്ട് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉള്ളത് അപ്പൊ ഒന്ന് ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ക്ലാസ് തുടങ്ങാല്ലേ? Yes, ma'am. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ എടുത്തത് ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലാണ്. എന്താണ്, ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അസസ്മെന്റ്, വിലയിരുത്തൽ, ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ എമർജൻസി സെക്ഷനിലോ അല്ലെങ്കിൽ ആംബുലേറ്ററി കെയർ വരുന്ന പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ താമസിപ്പിച്ചിരിക്കുന്ന ഏരിയന് പറയുന്നതാണ് ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ എന്താണ്, 24 മണിക്കൂറിൽ കൂടുതൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നതാണ് IPD പാർട്ട്. പിന്നെ എന്താണ്, 24 മണിക്കൂറും ഡോക്ടേഴ്സിന്റെ സേവനം, നഴ്സുമാരുടെ സേവനം, കൂടാതെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകള്, പിന്നെ എന്താണ്, ബെഡ്സിന്റെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും. ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് ആ പേഷ്യന്റിന്റെ അസുഖത്തിന്റെ തീവ്രതയെ അനുസരിച്ചായിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്താണ്, വാട്ട് ഈസ് അഡ്മിഷൻ? അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിന് ഒബ്സർവേഷൻ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും അന്വേഷണം, എന്തെങ്കിലും ടെസ്റ്റുകളോ ചെക്കപ്പുകളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ താമസിപ്പിക്കുന്നതാണ് അഡ്മിഷൻ. അഡ്മിഷന്റെ പർപ്പസ്, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്, പേഷ്യന്റിന് ഇമ്മീഡിയറ്റ് കെയർ, പെട്ടെന്ന് തന്നെ കെയർ കൊടുക്കുക. പിന്നെ എന്താണ്, പേഷ്യന്റിന് ആശ്വാസവും സേഫ്റ്റി, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ്, പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് പേഷ്യന്റിനെ വാർഡിലേക്കോ റൂമിലേക്കോ ICU എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ്, എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും ആവശ്യമായി വന്നാല്, പേഷ്യന്റിന് എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് റെഡി ആയിരിക്കണം ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ. പിന്നെ എന്താണ്, തെറാപ്യൂട്ടിക് നഴ്സുമായിട്ട് ചികിത്സിക്കുന്ന നഴ്സും പേഷ്യന്റുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പിൽ ആയിരിക്കണം. എന്താണ്, പേഷ്യന്റിന് അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും അസുഖങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റും തെറാപ്യൂട്ടിക് നഴ്സും തമ്മിൽ നല്ലൊരു റിലേഷനിലായിരിക്കണം. എന്താണ്, പേഷ്യന്റ് കെയേഴ്സില് എന്താണ്, നമ്മുടെ പേഷ്യന്റിനെയും അവരുടെ ഫാമിലിനെയും കൂടി രോഗി പരിചരണത്തില് പേഷ്യന്റിന്റെ ഫാമിലിനെയും കൂടി ഉൾപ്പെടുത്തുക. പിന്നെ പേഷ്യന്റ് കെയേഴ്സില് രോഗി പരിചരണത്തില് പേഷ്യന്റിനെയും അവരുടെ ഫാമിലിയെ
സഹായിക്കുക. അതൊക്കെയാണ് അഡ്മിഷൻ പ്രൊസീജിയറിന്റെ പർപ്പസുകൾ. പിന്നെ ടൈപ്സ് ഓഫ് അഡ്മിഷൻ, 2 ടൈപ്പ് അഡ്മിഷൻ ആണുള്ളത്. ഒന്ന് എമർജൻസി അഡ്മിഷൻ, 2 റുട്ടീൻ അഡ്മിഷൻ. എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ് എമർജൻസി അഡ്മിഷൻ. എന്താണ്? പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരിക, ആക്സിഡന്റ് സംഭവിക്കുക, പോയിസണിങ് സംഭവിക്കുക, അങ്ങനെയുള്ള സൂയിസൈഡിങ് അറ്റംപ്റ്റ് നടത്തുക, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് എമർജൻസി അഡ്മിഷൻ വേണ്ടി വരുന്നത്. റുട്ടീൻ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലയൻസിനെ, അതായത് പേഷ്യൻസിനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ്, നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സർജറീസിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്താണ് ക്യാഷ്വൽ ആയിട്ട് ഡോക്ടറിനെ വിസിറ്റ് ചെയ്തിട്ട് എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഡോക്ടർ വിസിറ്റ് ചെയ്തതിന് ശേഷം അഡ്മിറ്റ് ആക്കുന്നതൊക്കെയാണ് റുട്ടീൻ അഡ്മിഷൻ. എന്താണ്? ഹൈപ്പർ ടെൻഷൻ, ബിപി കൂടുക, ഡയബറ്റിക്സ്, ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാല് ചുമ, ശ്വാസം മുട്ടല്, കഫക്കെട്ട്, അതൊക്കെ അങ്ങനെ വരിക, അതാണ് ബ്രോങ്കൈറ്റിസ്. അങ്ങനെയുള്ള അസുഖം കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നതാണ് റുട്ടീൻ അഡ്മിഷൻ. പിന്നെന്താ? അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ത്രൂ OPD. OPDയിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? റിസീവിംഗ് പേഷ്യന്റിനെ സ്വീകരിക്കുക എന്നാണ്. പേഷ്യന്റിനെ നല്ല രീതിയിൽ അവിടെ ഹോസ്പിറ്റലിൽ സ്വീകരിക്കുക, പേഷ്യന്റിന് കംഫർട്ട് ആയ രീതിയിൽ. എന്താണ്? എമർജൻസി സിറ്റുവേഷനിലാണ്, എമർജൻസി കണ്ടീഷനിലാണ് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നതെങ്കിൽ ഒരു ടൈമും വേസ്റ്റ് ചെയ്യാതെ, ടൈം ലാഗ് ചെയ്യാതെ പേഷ്യന്റിന് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. അപ്പൊ എന്താണ്? പേഷ്യന്റ് എമർജൻസി സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും എന്താണ്? പേഷ്യന്റിനോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക, പെരുമാറുക. റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യുക. എന്തൊക്കെയായിരിക്കും സോഷ്യൽ ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, മെറിറ്റൽ സ്റ്റാറ്റസ്, അഡ്രസ്, ഫോൺ നമ്പർ, ഇതൊക്കെ എന്താണ്? നമ്മുടെ സോഷ്യൽ ഡാറ്റയിൽ ഉൾപ്പെടുന്നതാണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. എന്തൊക്കെയാണ് ഇൻഫർമേഷൻ? എന്തൊക്കെയായിരിക്കും? നെയിം, സെക്സ്, ഏജ്, ഇതൊക്കെ ആയിരിക്കും അല്ലെ. പിന്നെന്താണ്? മെഡിക്കൽ റെക്കോർഡ്. പേഷ്യന്റിനെ മായി ബന്ധപ്പെട്ട മെഡിക്കൽ സ്പീഡ് കൂടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തു പോയതാണിത്. കഴിഞ്ഞ ദിവസം മിസ് എടുത്തതാണ്. അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് റിവൈസ് ചെയ്തെടുക്കുന്നതാണ്. പുതിയ സെക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ മിസ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. അതാണ് സ്പീഡിൽ പറയുന്നത് കേട്ടാ. ഇത് റെക്കോർഡഡ് ക്ലാസ്സിൽ കിടക്കുന്നുണ്ട്. എന്താണ്? പ്രിപ്പയർ ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. എന്താണ്? പേഷ്യന്റിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്. എന്താണ്? കയ്യുമ്മ ബ്രേസ്ലെറ്റ് പോലെ ഇടുന്നതാണ്. പേപ്പർ വെച്ചിട്ട് പേഷ്യന്റിന്റെ നെയിം, ഏജ്, അഡ്രസ് ഒക്കെ വെച്ചുള്ള ബ്രേസ്ലെറ്റ്. പിന്നെ എന്താണ്? കൺസേൺ ഫോം. എന്താണ്? അഡ്മിഷൻ ആക്കുന്നതിന് സമ്മതപത്രങ്ങൾ എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ. ആയിട്ടുള്ള കൺസേൺ ഫോം സൈൻ ചെയ്യിക്കുക. ഇനീഷ്യൽ ഓർഡർ. എന്താണ്? പ്രാരംഭ ഓർഡർ. അതാരെയാണ് കിട്ടുന്ന? ഫിസിഷ്യനിൽ അല്ലെങ്കിൽ ഈ പേഷ്യന്റ് കാണിക്കുന്ന ഡോക്ടറിൽ നിന്ന് ഇനീഷ്യൽ ഓർഡർ കൈപ്പറ്റുക. പിന്നീട് ഇൻഫോം ഫ്ലോർ വാർഡ് നേഴ്സ്. എന്താണ്? ഈ പേഷ്യന്റിനെ ഏത് വാർഡിലാണ് അല്ലെങ്കിൽ ഏത് വാർഡിലെ റൂമിലാണ്, ഏത് ഫ്ലോറിലെ റൂമിലാണ് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആ ഫ്ലോറിലെ നേഴ്സിനെ വിവരം അറിയിക്കുക. പിന്നെന്താണ്? വിസിറ്റിംഗ് പാസ് അല്ലെ, സന്ദർശന പാസ് ഉണ്ടാവും, അതിനുള്ള സന്ദർശന പാസ് കൊടുക്കുക. പിന്നെന്താണ്? പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് അഡ്മിഷന്റെ സമയത്ത് മിനിമം ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുക. എന്നിട്ട് അതെന്താ? ഇനീഷ്യൽ എമൗണ്ടിന് ലാസ്റ്റ് ഫൈനൽ ബില്ല് സെറ്റ് ചെയ്യുമ്പോൾ നമ്മ ഫസ്റ്റ് അടച്ചിരിക്കുന്ന ബില്ല് എമൗണ്ടിന്റെയും ഇതിന് മൈനസ് ചെയ്യല്ലേ, കുറച്ചു കൊടുക്കും. പിന്നെ എന്താണ്? പേഷ്യന്റ് ക്യാഷ്ലെസ് റൂട്ടാണ്, അതായത് മെഡിക്കൽ ക്ലെയിമുകളോ അതല്ലെങ്കിൽ ഇൻഷുറൻസോ അങ്ങനെയാണ് ബില്ല് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ ഇൻഷുറൻസ് ഡെസ്കിലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് ബന്ധപ്പെടാൻ പറയുക. ആ സെക്ഷനിലേക്ക് അവരെ പറഞ്ഞയക്കുക. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് OPDയിലെ മെഡിക്കൽ എക്സാമിനേഷൻ, അതായത് ചെക്കപ്പ് ചെയ്യുന്നത് ഡോക്ടർ അവരെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? പേഷ്യന്റിന്റെ സോഷ്യൽ ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കുക. എന്താണ്? പേര്, നെയിം, ഏജ്, അത് ചോദിക്കില്ലേ ഡോക്ടർ. നമ്മൊരു ഡോക്ടറെ കാണാനിരിക്കുമ്പോ പിന്നെ എന്ത് ചോദിക്കും? നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളത് അല്ലെ, എന്തൊക്കെ അസുഖങ്ങളാണ്, എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിക്കില്ലേ. അങ്ങനെയുള്ള സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കാം. കൂടാതെ ചോദിച്ച് മനസ്സിലാക്കിയത് എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക.
രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, ബി.പി, പൾസ്, പിന്നെ എന്താണ് റെസ്പിറേഷൻ, ശ്വസനം, അതൊക്കെ നോക്കി കാണിട്ട് അതൊക്കെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. എന്താണ് ഫർദർ പേഷ്യന്റിന് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, അതായത് എക്സ്റേയോ ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് എക്സ്റേയോ അല്ലെങ്കിൽ ലാബ് ടെസ്റ്റുകളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. പിന്നെന്താണ് പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണ്, ഏത് ഫ്ലോർ വാർഡിലേക്കാണ് എന്താണ് അഡ്മിറ്റ് ആക്കുന്നതെന്ന് ഈ ഡോക്ടർ ആയിരിക്കും തീരുമാനിക്കുന്നത്. പിന്നെ അഡ്മിഷൻ ടെസ്റ്റില് ഈ പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ എന്താണ് ഈ ഏത് വാർഡിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഫ്ലോറിലേക്കാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അടയാളപ്പെടുത്തും. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ടിംഗ് ദ കൈൻഡ് ഫ്രം OPD ടു IPD. എന്താണ് OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? എന്താണ് പേഷ്യന്റിന് നടക്കാൻ കുഴപ്പമൊന്നുമില്ല, ആൾക്ക് നടന്നു പോകാൻ പറ്റുന്നതെങ്കിൽ ഒരു നഴ്സിന്റെ കൂടെ അതല്ലെങ്കിൽ ഒരു അറ്റൻഡറുടെ കൂടെ ഈ പേഷ്യന്റിനെ പറഞ്ഞ് ഫ്ലോർ വാർഡിലേക്ക്, ഏത് വാർഡിലേക്കാണോ അല്ലെങ്കിൽ ഏത് റൂമിലേക്കാണോ എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞേക്കാം. അവർക്ക് എന്താണ് വീക്കാണ്, അവര് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താ വീൽ ചെയേഴ്സിലേക്ക്, അതെല്ലാം ആംബുലൻസിലാണ് കൊണ്ടുവരുന്ന പേഷ്യന്റിലേക്ക് അവരെങ്ങനെയാണ് സ്ട്രക്ചറില് കൊണ്ടുചെന്നാക്കുക. OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് എന്താണ്, റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. ഓരോ വാർഡിലെ ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ ഫ്ലോറിലും എന്താണ് ഹെഡ് ഉണ്ടാവും അല്ലെ, നഴ്സിംഗ് ഹെഡ് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യുക, ആ പേഷ്യന്റിനെ സ്വീകരിക്കുക. ക്ലിയർ ആയോ? ഇനി ഈ സ്വീകരിക്കുന്ന നഴ്സിന്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ജോബ് റോൾസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങള് എന്തൊക്കെയാണ്? പ്രിപ്പയർ റൂം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ? അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി നമ്മളെ റൂമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവരെന്തൊക്കെ ചെയ്തു തരും? നമുക്ക് എന്തൊക്കെ ചെയ്തു തരാൻ നഴ്സ് വന്നു കാണിട്ട്? ബെഡ്ഷീറ്റ് അറേഞ്ച് ചെയ്ത് വിരിച്ചു തരും അല്ലേ, റൂം ക്ലീൻ ആണോ എന്നൊക്കെ നോക്കൂല്ലേ. പിന്നെന്താണ്, ട്രിപ്പിന്റെ സ്റ്റാൻഡ് അല്ലെ, നമുക്ക് ഗ്ലൂക്കോസ് ഒക്കെ ഇടണമെങ്കിൽ അതിനുള്ള സ്റ്റാൻഡ് ഉണ്ടോ എന്നൊക്കെ നോക്കൂല്ലേ. റൂം ക്ലീൻ ആണോ നോക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആണോ എന്ന് നോക്കൂല്ലേ. അതൊക്കെയാണ് പ്രിപ്പയർ റൂമിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, prepare a clean and neat admission room with all the necessary items according to the needs of the patient. എന്താണ് പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ, ഐറ്റംസ് റൂമിലുണ്ടോ എന്ന് നോക്കി എന്താണ് നീറ്റായ ക്ലീൻ ആയ റൂം അവർക്ക് കൊടുക്കുക, പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. എന്താണ് ചില പേഷ്യൻസിന് അല്ലെ ട്രിപ്പൊക്കെ ഇടേണ്ടി വരും. അപ്പൊ എന്താണ് ട്രിപ്പിന്റെ സ്റ്റാൻഡ് വേണം അല്ലെ, അതല്ലെങ്കിൽ എന്താണ് അവർക്ക് ക്ലോത്തുകൾ അല്ലെ, അവരുടെ തുണികളൊക്കെ വെക്കുന്നതിന് വേണ്ടി ടേബിൾ വേണ്ടി വരും, അതല്ലെങ്കിൽ ചെയർ വേണം. അപ്പൊ എന്താണ് അങ്ങനെയുള്ള നെസസറി ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തി കാണിട്ട് നല്ല നീറ്റായ ക്ലീൻ ആയ റൂം എന്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, prepare an appropriate type of bed with adequate adjusted height of the bed. എന്താണ് ചില പേഷ്യൻസിന് അല്ലെ എന്താ നേരെ കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അവരെന്തെങ്കിലും പൊക്കിയൊക്കെ കിടത്തേണ്ടി വരും അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് ഈ ബെഡിൽ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ, ഒരു സ്റ്റാൻഡ് പോലെ ഇല്ലേ, ഒരു കറക്റ്റുള്ള ഒരു സാധനം, അത് കിടക്കി കഴിഞ്ഞാൽ ഈ ബെഡ് എന്ത് ചെയ്യും, ഹൈറ്റ് കൂടും അല്ലെ, ഇങ്ങനെ സ്ലോപ്പ് പോലെ വരും. അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ബെഡുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തി കാണിട്ട് നല്ല നീറ്റായ ക്ലീൻ ആയ റൂം കൊടുക്കുക. പിന്നെ എന്താണ് ബെഡ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്താണ് ബെഡ് ഹൈറ്റ് കൂട്ടാനോ അതല്ലെങ്കിൽ താഴ്ത്താനോ അങ്ങനെയുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയ വല്ല പില്ലോസ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഐഡന്റിഫൈ സെൽഫ്, എന്താണ് സ്വയം വിലയിരുത്തുക, സ്വയം
അതെങ്ങനെയായിരിക്കും? പേഷ്യന്റിനോട് എങ്ങനെയാ ബിഹേവ് ചെയ്യേണ്ടതെന്നായിരിക്കും അല്ലെ? പേഷ്യന്റിനോടും അവർ കൂടെ വന്നിരിക്കുന്ന റിലേറ്റീവ്സിനോടും നഴ്സ്, വാർഡ് നഴ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്? വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച്. എന്താണ്? ഊഷ്മളമായ രീതിയിൽ, നല്ല രീതിയിൽ ആ പേഷ്യന്റിനെ അവരുടെ ഫാമിലിനെ സ്വീകരിക്കുക. എന്താണ്? പേഷ്യന്റ് ഫാമിലി വരുമ്പോൾ തന്നെ ഇവര് ദേഷ്യപ്പെടുക, ചീത്ത പറയാ, എന്താണ് മുഖം കറുപ്പിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ? അവരെ ഹെൽത്ത് കണ്ടീഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ ചോദിക്കാനോ, ടെസ്റ്റുകളെ കുറിച്ച് ചോദിക്കാനോ, മെഡിസിൻസിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആണോ? നമ്മ എന്നെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോ പറയൂലേ, ആ നഴ്സിനോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല, അവർ കടിച്ചു കീറൂല്ലേ? അതെന്താണ്? അവര് ഭയങ്കര ദേഷ്യക്കാരിയാണെന്നൊക്കെ പറയില്ലേ? പറയോ? ആ, അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പേഷ്യന്റിനെയും അവരുടെ റിലേറ്റീവ്സിനെയും നല്ല രീതിയിൽ സ്വീകരിക്കുക. നെക്സ്റ്റ്, മേക്ക് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ഇൻ ബെഡ് ആൻഡ് പ്രൊവൈഡ് ഹിം വിത്ത് ഹോസ്പിറ്റൽ ക്ലോത്ത്സ് ആൻഡ് എൻഷുർ അഡിക്വേറ്റ് പ്രൈവസി. എന്താണ്? പേഷ്യന്റിനെ കംഫർട്ടായ രീതിയിൽ, ഇപ്പൊ നമ്മ പറഞ്ഞില്ലേ, പേഷ്യന്റിന് ബെഡ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കാനോ താഴ്ത്താനോ, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഫാനിന്റെ കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈഡിലേക്ക് നീക്കിയിടാം, അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ വേണമെങ്കിൽ പേഷ്യന്റ് കംഫർട്ട് ആയ രീതിയിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്? ഹോസ്പിറ്റൽ ക്ലോത്ത്സ് വല്ലത് ആവശ്യം, എന്താണ്? ബെഡ്ഷീറ്റുകളോ പില്ലോ കവേഴ്സോ പുതപ്പോ അങ്ങനെ എന്തെങ്കിലും ഹോസ്പിറ്റൽ ക്ലോത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നൽകുക. പിന്നെ എന്താണ്? പേഷ്യന്റിന് അഡിക്വേറ്റ് പ്രൈവസി, സ്വകാര്യത ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എന്താ? ഇപ്പൊ വാർഡില് അതിങ്ങനെ ഷെയറിംഗ് റൂമുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ അവർക്ക് എന്താണ്? കൂടെ വേറൊരു പേഷ്യന്റും അവരുടെ റിലേറ്റീവ്സ് ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താ? കൊണ്ടു ചെന്നൊരു പേഷ്യന്റിന് ഡ്രസ് ഒന്നും സ്വയം മാറാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ്? കിടപ്പ് രോഗിയൊക്കെ ആണെങ്കിൽ അവർക്കൊരു പ്രൈവസി വേണം അല്ലെ? ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്താ? ഇങ്ങനെ ഇതുപോലെ തിരിച്ചും കാണിട്ട് അല്ലെ? കർട്ടൻ പോലെ തിരിച്ച് അവർക്കൊരു പ്രൈവസി ഒക്കെ കൊടുക്കുന്നുണ്ടിട്ടുണ്ടോ? ആ, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൈവസിയുടെ സ്വകാര്യതയുടെ ആവശ്യമുണ്ടെങ്കിൽ ഈ നഴ്സ് എന്ത് ചെയ്യുക? അതൊക്കെ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? അത് പിന്നെന്താ? ലെസൺ ആൻസൈറ്റി ആൻഡ് ഫിയർ. എന്താണ്? പേഷ്യന്റിന് അല്ലെ, ചില പേഷ്യൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് കൊണ്ടാണോ? എന്തെങ്കിലും മാരകമായ അസുഖങ്ങളുണ്ടോ? ഭയങ്കര ആൻസൈറ്റി ആയിരിക്കും അവർക്ക്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അതൊക്കെ ചോദിച്ച് കാണിട്ട് മനസ്സിലാക്കി അവർക്ക് അതിന് വേണ്ട നിർദ്ദേശം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് തിരിച്ചു പോകാം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊന്ന് കൂളാക്കി കൊടുക്കുക. ക്ലിയർ ആയില്ലേ? ഐഡന്റിഫൈ സെൽഫ്. നെക്സ്റ്റ്, ഓറിയന്റ് പേഷ്യന്റിന് എന്തെല്ലാം കാര്യങ്ങള് ഈ നേഴ്സ് മനസ്സിലാക്കി കൊടുക്കണം, ക്രമപ്പെടുത്തി കൊടുക്കണം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? ലൊക്കേഷൻ ഓഫ് നേഴ്സ് സ്റ്റേഷൻ. എന്താണ്? നമുക്ക് ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ സെക്ഷനും ഫ്ലോറിലും ചെല്ലുമ്പോ നേഴ്സുമാർക്ക് ഇരിക്കാൻ സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട് അല്ലെ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? നേഴ്സ് സ്റ്റേഷൻ, നേഴ്സ് റൂം കണ്ടിട്ടില്ലേ? ആ, അപ്പൊ അതെവിടെയാണ്? എന്താണ്? പെട്ടെന്ന് എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നേഴ്സിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിനെ അവർക്ക് അറിയണ്ടേ നേഴ്സ് സ്റ്റേഷൻ എവിടെയാണെന്ന്? അപ്പൊ എന്താ? ആ നേഴ്സിന്റെ സ്റ്റേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുക. റൂം ബൗണ്ടറീസ്, റൂമിന്റെ അതിർത്തി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, വാർഡിലാണെങ്കിൽ അല്ലെ കുറെ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? 2, 3, 4, 5 ഒക്കെ പേഷ്യൻ, ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഓരോ സെക്ഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താ? അങ്ങനെയുള്ള റൂം ബൗണ്ടറീസ്, റൂമിന്റെ അതിർത്തികൾ, ഇത്രയും ഭാഗം യൂസ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി എന്തെയാണ്? അപ്പുറത്തെ പേഷ്യന്റിന്റെയാണ്, അല്ലെങ്കിൽ ഈ ടേബിള് നിങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ റൂം ബൗണ്ടറീസ് പറഞ്ഞു കൊടുക്കുക. ക്ലോത്ത് സ്റ്റോറേജ്. എന്താണ്? ക്ലോത്തുകൾ ഈ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ക്ലോത്ത്സുകൾ എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്ന് പെട്ടെന്ന് നമ്മുടെ നേഴ്സിനെ വിളിക്കണമെങ്കിൽ അതിന് ഒരു ബെല്ലുണ്ടാവും, കോൾ ലൈറ്റ്, അതൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ബെഡ് കൺട്രോൾസ്. എന്താണ്? ബെഡ് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് പൊക്കാനും താഴ്ത്താനും ലിവർ ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ലൈറ്റ് സ്വിച്ചസ്, അത് പറയണ്ടല്ലോ, സ്വിച്ച്, ഫാനിന്റെ ലൈറ്റിന്റെ ഒക്കെ സ്വിച്ചസിനെ കുറിച്ച്
ടെലിഫോൺ പോളിസി, ടെലിഫോണിന്റെ ഉപയോഗം എങ്ങനെയാണ്, ചിലർക്ക് ഇങ്ങോട്ട് മാത്രം കോൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെയുള്ള ടെലിഫോൺ പോളിസികളെ കുറിച്ച്, TV കൺട്രോൾസ്, മീൽ ടൈംസ് എന്താണ് ഭക്ഷണ സമയങ്ങൾ, ഓരോ സമയം ഉണ്ടാവും ഭക്ഷണം കഴിക്കാനായിട്ട് അല്ലെ. എന്താ ഭക്ഷണ സമയങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പിന്നെ വിസിറ്റിംഗ് അവേഴ്സ് എന്താണ്, രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂറൊക്കെ ആയിരിക്കും അല്ലെ. എല്ലാം മിക്ക ഹോസ്പിറ്റലും വിസിറ്റിംഗ് അവേഴ്സ് അപ്പൊ അത് പറഞ്ഞോടെ. ഇപ്പൊ 10 മണി മുതൽ 11 മണി വരെയാണ്, അല്ലെങ്കിൽ 11 മണി വരെ മുതൽ 12 മണി വരെ, വൈകിട്ട് 5 മുതൽ 6 വരെയുമാണ് വിസിറ്റിംഗ് ടൈം. അപ്പൊ വേണം ആർക്കെങ്കിലും റിലേറ്റീവ്സിനോ ഫാമിലീസിനോ ആരെങ്കിലും വന്ന് പേഷ്യന്റിനെ കാണേണ്ടതുണ്ടെങ്കിൽ ആ സമയത്ത് വരണം എന്നും പറഞ്ഞ് വിസിറ്റിംഗ് ടൈമിനെ കുറിച്ച്, അവേഴ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഡയറ്റ്, ഭക്ഷണക്രമങ്ങൾ, എന്താ ഡയബറ്റിക് പേഷ്യൻസ്, അതല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസ് കഴിഞ്ഞ പേഷ്യന്റ്, അല്ലെങ്കിൽ സർജറീസിന് വേണ്ടി അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ അല്ലെ ഡയറ്റ് കൺട്രോൾ ഉണ്ടാവും അല്ലെ. ഇന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡയറ്റ് കൺട്രോൾസ് അല്ല. അപ്പൊ എന്താ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റൈറ്റ്സ്, എന്താണ് ബെഡിന്റെ അടുത്തായിട്ട് ഈ പേഷ്യന്റ് വീഴാതിരിക്കാൻ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടായിരിക്കും, കണ്ടിട്ടുണ്ട് അത്. അപ്പൊ അത് നമുക്ക് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ഈ അറ്റത്തേക്ക് തെല്ലത്തേക്ക് വന്നു കഴിഞ്ഞാലും പേഷ്യന്റ് താഴേക്ക് വീഴില്ല. കണ്ടിട്ടുണ്ടോ ഒരു സ്റ്റാൻഡ് പോലെ ബെഡിന്റെ താഴേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടോ, നമുക്ക് അതെന്താ ഉയർത്തി വെക്കാം. സൈഡ് റൈൽസ് കണ്ടിട്ടുണ്ടോ? അപ്പൊ അതിനെ കുറിച്ച് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, സ്റ്റാൻഡ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്, ഡോക്ടർ വിസിറ്റിന് വരുന്ന സമയം, റൗണ്ട്സിന് വരുന്ന സമയം അല്ലെ. എല്ലാ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞ് പിറ്റേത് മുതൽ ഡോക്ടറിന്റെയും പേഷ്യന്റിന്റെ ചെക്കപ്പിന് വേണ്ടി വരും അല്ലെ. അപ്പൊ റൗണ്ട്സിന് ടൈം ഉണ്ട്. ചിലപ്പോ എന്താണ് OP ഇരുന്ന് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ 1 മണിക്കൂറൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് വിസിറ്റിന്റെ ടൈം പറഞ്ഞു കൊടുക്കുക. വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾഡ്, എന്താണ് പേഷ്യന്റിന്റെ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റുകളോ സ്കാനിങ്ങുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആയോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സ്. നെക്സ്റ്റ് എടുക്കാലോ. ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു, നഴ്സിന്റെ ഡ്യൂട്ടീസിൽ തന്നെ പെടുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രോഗിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങളാണ് ഈ നഴ്സ് ശേഖരിക്കേണ്ടത് അവരുടെ മെഡിക്കൽ റെക്കോർഡില് അല്ലെങ്കിൽ ഫയലിൽ സൂക്ഷിക്കാനായിട്ട് എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്. എന്താണ് മെഡിക്കൽ ഓർഡേഴ്സ് അല്ലെ. ഈ രോഗിനെ കുറിച്ച് നമ്മുടെ ഡോക്ടേഴ്സ്, ഫിസിഷ്യനെ അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യന്റ് കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ എഴുതി കൊടുത്തിരിക്കുന്ന മെഡിക്കൽ ഓർഡേഴ്സ്. ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട മെഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. പിന്നെ ലാബ് റിസൾട്ടുകൾ, എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകളൊക്കെ. പിന്നെന്താ ടെസ്റ്റുകൾ, എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പിന്നെന്താണ് ഡയറ്റ്, ഭക്ഷണക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്. പിന്നെന്താണ് ആക്ടിവിറ്റി, എന്തെങ്കിലും എക്സസൈസുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് പേഷ്യന്റിനെ കുറിച്ചുള്ള ഇത്തരം വിവരങ്ങളൊക്കെ എന്താണ് ഈ നഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? പിന്നെ ഇത്രയും പറഞ്ഞത് ഈ 4 എണ്ണം നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് ആണ്. നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് 6th അടുത്തത് പറയാൻ പോകുന്നത് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന്റെ 6th പോയിന്റ് ആണ്. മാർക്ക് പോവരുത് കേട്ടോ. പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റിന്റെ പ്രിലിമിനറി ആദ്യമായിട്ട് ചെയ്യുന്ന ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? The first few moments with a patient, facial expression will denote his emotional reactions and presence of pains, fatigue. എന്താണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വേദന അതല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റുമോ? മുഖഭാവത്തിൽ നിന്ന് അറിയാൻ പറ്റുമോ?
എനിക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ട്, തലവേദന എടുക്കുന്നുണ്ട്, ബോഡി പെയിൻ ഉണ്ട്, കൈവേദനയുണ്ട്, എന്തെങ്കിലും പെയിനുകൾ അല്ലെങ്കിൽ ക്ഷീണം, നമുക്ക് തളർച്ച, അങ്ങനെയുള്ള ക്ഷീണങ്ങളൊക്കെ നമുക്ക് മുഖഭാവം നോക്കിയാൽ അറിയാൻ പറ്റൂലേ. അങ്ങനെയുള്ള പ്രിലിമിനറി ഒബ്സർവേഷൻ നമ്മുടെ ഫസ്റ്റ് എന്താണ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ മുഖഭാവം നോക്കി മനസ്സിലാക്കുക. എനി ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ സച്ച് ആസ് ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരലൈസിസ് should be noted. Further observation can be made giving care to the client. എന്താണ്, any discoloration of സ്കിന്നില് എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ജോണ്ടിസ്, മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് സ്കിന്നിന്, അതല്ലെങ്കിൽ കണ്ണിന്റെ ഉള്ളിൽ, അതായത് എന്തിന് നെഗത്തിനൊക്കെ കളർ വ്യത്യാസം വരും അല്ലെ, മഞ്ഞ കളർ വരും. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ സൈനോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, എന്താണ് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട്, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമ്പോ നമ്മുടെ ചുണ്ടുകളുടെ നിറം, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ നിറമൊക്കെ എന്താണ് വ്യത്യാസം വരും. സ്കിന്നിന് ചുണ്ടിന് നീല നിറോ അല്ലെങ്കിൽ കറുപ്പ് നിറമൊക്കെ ആയിട്ട് മാറും. അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന വരുമ്പോഴും നമ്മുടെ സ്കിന്നിനൊക്കെ എന്താണ് കളർ വ്യത്യാസം, ഭയങ്കരമായി നെഞ്ചുവേദന വരുമ്പോഴും, അതല്ലെങ്കിൽ പനി കൂടുമ്പോഴൊക്കെ എന്താണ് കളർ വ്യത്യാസങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള ഒബ്സർവേഷൻ ഒക്കെ നടത്തി കാണിട്ട് പേഷ്യന്റിന് അതിനു വേണ്ട ചികിത്സകൾ, കെയർസ് കൊടുക്കുക. ക്ലിയർ ആയോ? പ്രിലിമിനറി ഒബ്സർവേഷൻ ക്ലിയർ ആയോ? ന്യൂ ബോൺ ബേബീസ് എന്താണ്, പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് കൊച്ചുങ്ങളല്ലേ, എന്താണ് കളർ വ്യത്യാസം ഉണ്ടല്ലേ, പറഞ്ഞ കണ്ട് 2 ദിവസം 1 ദിവസമൊക്കെ പിടിച്ചെന്നിടും, NICയിലിടും അല്ലേ, ഇതോ ഇൻക്യുബേറ്ററിൽ വെക്കും ഇല്ലേ. ഫേഷ്യൽ പാരലൈസിസ് എന്ന് പറഞ്ഞാല് മുഖം കോടിപ്പോകില്ലേ, ചുണ്ട് കോടിപ്പോകുക, മുഖം കോടിപ്പോകുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, അതൊക്കെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, സ്കിന്നുമുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് അല്ലെ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. പ്രിലിമിനറി ഒബ്സർവേഷൻ എന്താണ്, നമ്മളെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡോക്ടറിന് എന്താണ് അറിയാൻ പറ്റും നമ്മുടെ ബുദ്ധിമുട്ടുകൾ. മറ്റുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് കണ്ട് മനസ്സിലാക്കുന്നത് സെക്കൻഡറി ആയിരിക്കും. ഡയഗ്നോസിസ് ചെയ്തിട്ട് വേണം നമുക്ക് മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സ് വിത്ത് എ പേഷ്യന്റ് എന്താണ്, ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സിൽ ആദ്യം തന്നെ എന്താണ്, ചില ഡോക്ടേഴ്സ് കണ്ണൊക്കെ നോക്കുന്നുണ്ട് അല്ലെ, എങ്ങനെയൊക്കെ കുറിച്ച് നോക്കും, കണ്ണില് ബ്ലഡ് കുറവുണ്ടോ അല്ലെ, അങ്ങനെയൊക്കെ നോക്കുന്നില്ലേ. അപ്പൊ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കുക, എന്താണ് പേഷ്യന്റിന് എന്തെങ്കിലും തളർച്ചകളോ വേദനകളോ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. പിന്നെന്താ, എനി ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നിലെങ്കിലും കളർ വ്യത്യാസങ്ങൾ, ജോണ്ടിസ് എന്താണ് മഞ്ഞപ്പിത്തം, സൈനോസിസ് എന്ന് പറഞ്ഞാൽ ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് വരാ, അതല്ലെങ്കിൽ ഭയങ്കരമായി നെഞ്ചുവേദന വരാ, അതല്ലെങ്കിൽ എന്താണ് ഫീവർ കൂടുമ്പോ എന്താണ് നമ്മളെ സ്കിന്നിന് അല്ലെങ്കിൽ ലിപ്പിനൊക്കെ കളർ വ്യത്യാസം വരും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ഫേഷ്യൽ പാരലൈസിസ് എന്ന് വെച്ചാൽ ചുണ്ട് കോടുക, മുഖം കോടി ഒരു സൈഡിലേക്ക് കോടിയിട്ട് പോകില്ലേ, അങ്ങനെയുള്ള പക്ഷെ മുഖത്തിന് അങ്ങനെയുള്ള പാരലൈസിസ് വന്ന് അങ്ങനെ നോക്കിയിട്ട് എന്താണ് പേഷ്യന്റിന് അതിന് വേണ്ട കെയർസ്, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. പ്രിലിമിനറി ഒബ്സർവേഷൻ പേഷ്യന്റിനെ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ അല്ലെ, ആദ്യം തന്നെ നോക്കി കണ്ടിട്ട് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നും അവരുടെ സ്കിന്നുമുള്ള കളർ വ്യത്യാസത്തിൽ നിന്ന് അവർക്കുള്ള അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ക്ലിയർ ആയത്? ക്ലിയർ ആയില്ല എല്ലാവർക്കും? നെക്സ്റ്റ് ചാർട്ടിങ്. ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ റെക്കോർഡ്സുകളാണ് സോർട്ട് ചെയ്യേണ്ടത്, അറേഞ്ച് ചെയ്യേണ്ടത്, ക്രമപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ്? റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫർമേഷൻ ഇൻ ദ പേഷ്യന്റ് റിപ്പോർട്ട്. എന്താണ് പേഷ്യന്റിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ്, എന്താണ് അവര് സോഷ്യൽ ഡാറ്റാസ്, മെഡിക്കൽ ഡാറ്റാസ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ്. ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽസ്, complaints of the clients, any allergies and patient's mental status. എന്താണ് പേഷ്യന്റിനെ എന്നാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, അന്നത്തെ ഡേറ്റ്, ടൈം, എപ്പോഴാണ് അഡ്മിറ്റ് ചെയ്തത്, പിന്നെന്താ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, സോഷ്യൽ ഡാറ്റ, അങ്ങനെയുള്ള എന്താണ് ഡീറ്റെയിൽസ്, എന്താണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ടോ
എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ, പരാതികൾ അല്ലെങ്കിൽ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത്, പിന്നെ എന്താണ് എനി അലർജീസ്, ചില പേഷ്യൻസിന് എന്താണ് പെയിൻ കില്ലേഴ്സ് കഴിക്കും, അല്ലെങ്കിൽ നമ്മുടെ പാരസെറ്റമോൾ കഴിക്കും, അതല്ലെങ്കിൽ എന്താണ് ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോഴൊക്കെ എന്താണ് എന്തെങ്കിലും അലർജീസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ കടിച്ച് പൊന്തുക, അല്ലെങ്കിൽ ചൊറിച്ചില്, അല്ലെങ്കിൽ തളർച്ച, ക്ഷീണം, വൊമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനെയൊക്കെ അലർജി പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. ആൻഡ് പേഷ്യന്റ് മെന്റൽ സ്റ്റാറ്റസ്, അവരുടെ മാനസികാവസ്ഥ ഒക്കെ എന്താണ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്താണ് ക്ലിയർലി മെൻഷൻ, അത് അവരെ അഡ്മിഷൻ പേഷ്യന്റിന്റെ റെക്കോർഡില് രേഖപ്പെടുത്തുക, മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ്, റെക്കോർഡിംഗ് അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, അഡ്മിഷൻ രജിസ്റ്റർ റെക്കോർഡ്, പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ് ബുക്ക്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് കൊടുത്തത്, അങ്ങനെയാണ് റിപ്പോർട്ട് ബുക്ക്, എന്താണ് റിപ്പോർട്ടുകൾ എഴുതി സൂക്ഷിക്കുന്ന റിപ്പോർട്ട് ബുക്ക്. മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ. മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല് നമ്മ പോലീസിന്റെ അറിവിലേക്കായി കൊടുക്കുന്ന എല്ലാ കേസുകളും എന്താണ് മെഡിക്കൽ ലീഗൽ കേസുകളാണ്. റേപ്പ് അറ്റംപ്റ്റ്, പിന്നെ എന്താണ് ആക്സിഡന്റുകള്, സൂയിസൈഡിന് അറ്റംപ്റ്റുകള്, പിന്നെ എന്താണ് അടിപിടി കേസുകള്, പിന്നെ എന്താണ് സ്വാഭാവികമല്ലാത്ത ഇഞ്ചുറീസോ ഇൽനെസ്സോ ഒക്കെ വന്നിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരില്ലേ, അങ്ങനെയുള്ള കേസുകളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് പോലീസിന്റെ അറിവിലേക്കായാലേ പോലീസിനെ ഇൻഫോം ചെയ്യും. അങ്ങനെയുള്ള കേസുകളൊക്കെ എന്താണ് ഹോസ്പിറ്റലില് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അതിന്റെ ഡീറ്റെയിൽസും ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കും. അങ്ങനെയുള്ള കേസുകളാണ് മെഡിക്കൽ ലീഗൽ കേസ്. അങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസസിന്റെ രജിസ്റ്റർ. നെക്സ്റ്റ്, അപ്ഡേറ്റ് വാർഡ് സെൻസസ്. എന്താണ് വാർഡ് സെൻസസ് അപ്ഡേറ്റ് ചെയ്യാം? എന്തായിരിക്കും വാർഡ് സെൻസസ് എന്ന് പറഞ്ഞാല്? എന്താണ് വാർഡിലെ ജനസമയത്ത് അവിടെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. അതല്ലെങ്കിൽ എന്താണ് പുതിയ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യല്ലേ. അപ്പൊ എന്താണ് മാറി വരുന്ന ഇതുകൾ എന്താണ് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നഴ്സസ് നോട്ട്സ്, എന്താണ് നമ്മൾ ലെക്ചർ നോട്ടൊക്കെ എഴുതില്ലേ, ക്ലാസ് എഴുതും, അതേപോലെ നഴ്സുമാരും ഓരോ രോഗിനെ കുറിച്ചും അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസിനെ കുറിച്ച് നോട്ട്സ് ആയിട്ട് ജസ്റ്റ് അവരെ നഴ്സസ് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. അങ്ങനെയുള്ള നോട്ട്സുകള് ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? അതിൽ പറഞ്ഞേക്കുന്ന റെക്കോർഡ്സ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ. നെക്സ്റ്റ്, ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം. എന്താണ് ശാരീരിക വിലയിരുത്തൽ? ശാരീരിക വിലയിരുത്തൽ പേഷ്യന്റിനെ കുറിച്ച് എന്താണ്, ചില പേഷ്യൻസ് വന്നു കഴിയുമ്പോഴുള്ള അവരുടെ ശാരീരിക സ്ഥിതി എന്താണ് ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നതായിരിക്കും അല്ലെ. പിന്നെ എന്താണ് 1-2 ദിവസം അവർ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ഓക്കെ ആവും. അങ്ങനെയുള്ള ശാരീരിക വിലയിരുത്തൽ. നെക്സ്റ്റ്, പേഷ്യന്റ് കംഫർട്ട്. പേഷ്യന്റിന് ആശ്വാസം നൽകുക. അവരെ എന്തെങ്കിലും മെന്റലി ആയിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എന്താണ് ചില ഹോസ്പിറ്റലില് കണ്ടിട്ടുണ്ടോ, ഈ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിക്ക് പഠിക്കുന്ന ഡോക്ടേഴ്സോ അങ്ങനെയൊക്കെ വന്ന് കാണിച്ച് ജസ്റ്റ് അവരോട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യും. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് അവരെ മെന്റലി ഒന്ന് റിലാക്സ് ചെയ്യിക്കാനായിട്ട്. കണ്ടിട്ടുണ്ടോ അങ്ങനെ? കണ്ടിട്ടുണ്ടോ? എന്താണ് അവരോട് ജസ്റ്റ് അവരൊന്ന് റിലാക്സ് ചെയ്യിക്കാൻ, മെന്റലി ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള പേഷ്യന്റ് കംഫർട്ട്, പേഷ്യന്റിന് ആശ്വാസം നൽകുന്ന രീതിയിൽ എന്താണ് പെരുമാറുന്നത്, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങള് ചെയ്യുക, എന്താണ് ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കളക്ട് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസിലേക്ക് അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുക. ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ദി ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റീസ്. എന്താണ് ഈ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ, ഈ പേഷ്യന്റ് കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഡോക്ടർ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ മെഡിക്കൽ ആക്ടിവിറ്റീസ്, എന്തെങ്കിലും എക്സസൈസുകളോ ഡയറ്റ് കൺട്രോൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ കളക്ട് ചെയ്യുക. ക്ലിയർ ആയോ? അത് സ്റ്റാർട്ടിങ് ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും? ഇല്ല. നെക്സ്റ്റ് എടുക്കാം അല്ലെ. അപ്പം നെക്സ്റ്റ്, ഫോളോ ഓർഡേഴ്സ് ബൈ ദി കൺസൾട്ടന്റ്. എന്താണ് കൺസൾട്ടന്റ് നിർദ്ദേശങ്ങളും
ഒന്നുകൂടെ പറയണോ ഫർസാന? ചാർട്ട് ചെയ്യാം, ക്രമപ്പെടുത്തുക. പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫോർമേഷൻ ഇൻ ദ പേഷ്യന്റ് റെക്കോർഡ്സ്. എന്താണ് പേഷ്യന്റുമായി ബന്ധപ്പെട്ട ബേസിക് ഇൻഫോർമേഷൻ, എല്ലാ ഡീറ്റെയിൽസ്, എന്താണ് പേഷ്യന്റിന് എന്ത് അസുഖമാണ്, അങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻസും. ഫസ്റ്റ് ഇതിനു മുമ്പ് ഈ പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് എഴുതുക, റെക്കോർഡ് ചെയ്യുക. പിന്നെ എന്താണ് ക്ലിയർലി മെൻഷൻ, എന്താണ് പേഷ്യന്റിനെ എപ്പോഴാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്, ടൈം, അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അതായത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്തൊക്കെ മെഡിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള പേഷ്യൻസ് ഡീറ്റെയിൽസ്. പേഷ്യന്റിന്റെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടോ അതല്ല ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസുമായോ സ്റ്റാഫുമായോ ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. ഇനി അലർജീസ്, എന്താണ് പേഷ്യന്റ് എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നതുകൊണ്ട്, പാരസെറ്റാമോള് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് എന്താണ് എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ അത്. പിന്നെ എന്താണ് പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസ്, അവരെ മാനസികാവസ്ഥ എന്താണെന്നൊക്കെ എന്താ രേഖപ്പെടുത്തുക. റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എഴുതുക, റിപ്പോർട്ട് ബുക്ക്. പിന്നെ മെഡിക്കൽ ലീഗൽ കേസ്, മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറഞ്ഞാല് നമ്മ ഹോസ്പിറ്റലിൽ വരുന്ന കേസുകളിൽ പോലീസിന്റെ അറിവിലേക്ക് കൊടുക്കുന്ന, പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടതായ കേസുകളാണ് നമ്മ മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ. പിന്നെ അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ്, എന്താണ് വാർഡ് സെൻസസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. പേഷ്യന്റ് ഓരോ ടൈമില് ചില പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യും, ചില പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യും, അങ്ങനെയുള്ള വാർഡ് സെൻസസ് അപ്ഡേറ്റ് ചെയ്യുക. നഴ്സസ് നോട്ട്സ്, നഴ്സസ് ജസ്റ്റ് അവര് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫാർഡിന് എഴുതുന്ന നഴ്സസ് നോട്ട്സുകള്. പിന്നെ എന്താണ് ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം, ശാരീരിക വിലയിരുത്തൽ, എന്താണ് പേഷ്യന്റ് വന്നത് മുതൽ അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ അവർക്ക് വന്നിരിക്കുന്ന ശാരീരികമായ ചേഞ്ചസുകൾ, എന്താണ് അസുഖങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ കണ്ടീഷൻ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള ശാരീരിക വിലയിരുത്തലുകള്. പിന്നെ പേഷ്യന്റ് കംഫർട്ട്, എന്താണ് പേഷ്യന്റിന് ആശ്വാസം, മെഡിക്കേഷൻസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ഹെൽത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി അവരെ കംഫർട്ട് ആക്കുക. കളക്ട് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസ്, എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ആവശ്യമായ രേഖകള്, വിവരങ്ങള് ശേഖരിക്കുക. പിന്നെ എന്താണ് ഫിസിഷ്യനെങ്കിൽ ഓർഡേഴ്സ്, ലാബ് ടെസ്റ്റുകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ആക്ടിവിറ്റീസ്, എക്സസൈസുകളോ അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തുക. നെക്സ്റ്റ്, ഫോളോ ഓർഡേഴ്സ് ബൈ കൺസൾട്ടന്റ്. ഫോളോ ഓർഡേഴ്സ് ബൈ ദി കൺസൾട്ടന്റ്, എന്താണ് അവര് ഈ പേഷ്യന്റ് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുക. എന്തൊക്കെയാണ്, ആരാണ് അത് ചെയ്യേണ്ടത്? If any tests are prescribed by the doctor, the nurse must make arrangements to carry out other procedures prescribed by the doctor. If എന്താണ് പേഷ്യന്റിന് ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റുകളോ ലാബ് ടെസ്റ്റുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നേഴ്സ് അതിനുള്ള അറേഞ്ച്മെന്റ്സ്, സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. എന്താണ് ചില പേഷ്യൻസിന് എന്താണ് കിടപ്പാണ്, അവർക്ക് കൂടുതൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പേഷ്യന്റ് കിടക്കുന്ന റൂമിലേക്കോ അതല്ലെങ്കിൽ വാർഡിലേക്കോ വന്നോ സാമ്പിളൊക്കെ കളക്ട് ചെയ്യില്ലേ ലാബിന്ന്, ലാബിലെ സ്റ്റാഫുകൾ വന്നിട്ട് എന്ത് ചെയ്യും, സാമ്പിൾ കളക്ട് ചെയ്യും അല്ലെ. അതല്ലെങ്കിൽ എന്താണ് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തായാലും നേഴ്സ് എന്ത് ചെയ്യുക, വീൽ ചെയേഴ്സ് ഒക്കെ റെഡിയാക്കി കൊടുക്കുക. ക്ലിയർ ആയോ അത്? ഓക്കെ. നെക്സ്റ്റ്, കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. If a patient is wearing hospital dress, the patient's clothes should be handed over the relatives. എന്താണ് എന്താണ് സർജറീസ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ICUയിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ എന്താണ് പേഷ്യന്റിന് അവര് എന്താണ് ഹോസ്പിറ്റൽ ഡ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ഡ്രസ് ആയിരിക്കും അവര് ധരിപ്പിക്കുന്നത്. അപ്പൊ എന്താ ഹോസ്പിറ്റൽ ഡ്രസ് ധരിപ്പിക്കുന്ന സമയത്ത്
ഈ പേഷ്യന്റിന്റെ ഡ്രസ് എന്ത് ചെയ്യുക, അവരുടെ റിലേറ്റീവ്സിന് എന്ത് ചെയ്യുക, കൊടുക്കുക, ഏൽപ്പിക്കുക, റിലേറ്റീവ്സിനെ ഏൽപ്പിക്കുക. In case of absence of relatives, clothing is numbered, labeled, and kept in store until such time it is handed over to relatives. എന്താണ് ചിലപ്പോ ആക്സിഡന്റുകളെ പറ്റിയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ റിലേറ്റീവ്സ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് റിലേറ്റീവ്സ് ഇല്ലാത്ത സമയത്താണെങ്കിൽ അതെന്ത് നമ്പർ ചെയ്ത് ലേബൽ ചെയ്തൊക്കെ സൂക്ഷിച്ചിട്ട് റിലേറ്റീവ് വരുന്ന സമയത്ത് അവർക്ക് അത് കൈമാറുക. Encourage the client to send jewelry, money, and other valuables such as watches to home with the relatives. എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള വിലപിടിപ്പുള്ള എന്താണ് നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, മൊബൈൽസ്, വാച്ചുകൾ, അതല്ലെങ്കിൽ പൈസ, മണി, അതല്ലെങ്കിൽ എന്താണ് ജ്വല്ലറീസ്, ആഭരണങ്ങളൊക്കെ എന്താണ് പേഷ്യന്റിന്റെതുണ്ടെങ്കിൽ റിലേറ്റീവ്സിനോട് അതിന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ പറയാം. Make him understand if he keeps something with himself, if it at his own risk. എന്താണ് അവര് ചില സമയത്ത് അവരെന്താണ് ഹോസ്പിറ്റലിൽ തന്നെയാണ് സൂക്ഷിക്കുന്നതുണ്ടെങ്കിൽ ഇത് പറയാം, അത് അവരെ റിസ്കിൽ തന്നെയായിരിക്കും, ഓൺ റിസ്കിലായിരിക്കും, ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഓൺ റിസ്കിലായിരിക്കും സൂക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ എന്താണ് അത് കളവ് പോയാല് ഹോസ്പിറ്റൽസോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉത്തരവാദികളില്ല അല്ലാന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കുക. എന്താണ് പേഷ്യന്റ് എന്തെങ്കിലും ഇതിന് ഹോസ്പിറ്റൽ ഡ്രസ്സ് ധരിക്കുമ്പോൾ എന്താണ് പേഷ്യന്റിന്റെ ഡ്രസ്സുകൾ എന്താണ് അവരെ റിലേറ്റീവ്സിനെ ഏൽപ്പിക്കുക. ചില സമയത്ത് ആക്സൻസ് റിലേറ്റീവ്സ് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുക, അത് നമ്പർ ചെയ്ത് ലേബൽ ചെയ്ത് കാണിട്ട് സൂക്ഷിച്ച് റിലേറ്റീവ്സ് വരുമ്പോ അവരെ ഏൽപ്പിക്കുക. പിന്നെ എന്താണ് വിലപിടിപ്പുള്ള സാധനങ്ങൾ, മൊബൈൽ ഫോൺസ്, വാച്ചസ്, പിന്നെ പൈസ, ജ്വല്ലറി ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, അതൊക്കെ റിലേറ്റീവ്സിനോട് പറഞ്ഞു കാണിട്ട് എന്ത് ചെയ്യുക, അത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറയുക. അതെന്താണ് കളവ് പോകാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ പലതരം ആളുകളല്ലേ താമസിക്കുന്നതും വന്നു പോകുന്നവരുണ്ടല്ലേ ഹോസ്പിറ്റലില്. അപ്പൊ എന്താ അവിടെ കളവ് നടത്താൻ സാധ്യതയുണ്ട്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അതെല്ലാം അവരവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നതിൽ അത് സ്വന്തം റിസ്കിലാണ് സൂക്ഷിക്കുന്നത്. അത് കളവ് പോയി കഴിഞ്ഞാലോ ഹോസ്പിറ്റലുകാരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റോ ഉത്തരവാദികളല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ക്ലിയർ ആയോ? ഇതൊന്നുകൂടെ പറയണം. ഓക്കെ. കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്ത്സിങ്. എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും ഡ്രസ്സുകളൊക്കെ സൂക്ഷിക്കുന്നത്. ഈ പേഷ്യന്റ് വിയർ എന്താണ് ഹോസ്പിറ്റൽ ഡ്രസ് എന്താണ് നമുക്ക് സർജറീസ് ചെയ്യുന്ന സമയത്ത്, അതായത് എന്താണ് ICUയിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പറേഷന്റെ സമയത്തൊക്കെ എന്ത് ചെയ്യും, ഈ നമ്മുടെ ഡ്രസ്സ് മാറ്റിങ്ങാണ്ട് ഇൻഫെക്ഷൻ ഒന്നും ഏൽക്കാതിരിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യും, ഹോസ്പിറ്റൽ ഡ്രസ്സ് നമ്മൾ ധരിപ്പിക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ പേഷ്യന്റ് ധരിച്ചിരിക്കുന്ന പേഷ്യന്റിന്റെ ഡ്രസ്സ് എന്ത് ചെയ്യുക, നമ്മുടെ റിലേറ്റീവ്സിന് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് കൊടുക്കുക. ചില സമയത്ത് ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ പറ്റിക്കൊണ്ട് ചെല്ലുകയാണെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടാവും. അപ്പൊ അവിടെ ആരാണ് കൂടിയിരിക്കുന്നത്, അവരായിരിക്കും അല്ലെ ഈ ആക്സിഡന്റ് സംഭവിച്ച ആളെ കൊണ്ട് ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ അങ്ങനെ ആബ്സെൻസ് ഓഫ് റിലേറ്റീവ്സ് ഇല്ലാത്ത സന്ദർഭങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുക, അവരുടെ പേഷ്യന്റിന്റെ ക്ലോത്തുകളും മറ്റു സാധനങ്ങളും നമ്പർ ചെയ്ത് ലേബൽ ചെയ്ത് സൂക്ഷിച്ചിട്ട് അവരെ റിലേറ്റീവ്സ് വരുമ്പോൾ അവരെ ഏൽപ്പിക്കുക. പിന്നെന്താണ് വിലപിടിപ്പുള്ള സാധനങ്ങള്, എന്താണ് വാച്ചസ്, മൊബൈൽ ഫോൺസ്, പിന്നെന്താണ് പൈസകൾ ഉണ്ടാവും അല്ലെ അവരുടെ കയ്യിൽ, പേഷ്യന്റിന്റെ കയ്യിൽ പൈസ, പിന്നെന്താണ് ജ്വല്ലറീസ്, ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, അത് അവരെ റിലേറ്റീവ്സിനെ ഏൽപ്പിച്ചും കാണിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാൻ പറയുക. എന്താണ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എന്താ മോഷണം പോവാനൊക്കെ സാധ്യതയുണ്ട് എന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കുക. ഇൻ കേസ് അവരെന്താണ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്, അപ്പൊ എന്താണ് ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിച്ചോളാം, അവരെ തന്നെ സൂക്ഷിച്ചോളാൻ പറഞ്ഞാല് അത് അവരെ സ്വന്തം റിസ്കിൽ ആണ് സൂക്ഷിക്കേണ്ടത്. എന്താണ് കളവ് പോയി കഴിഞ്ഞാല് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ ഉത്തരവാദികളല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ക്ലിയർ ആയോ?
അപ്പൊ നമ്മീ പറഞ്ഞേക്കുന്ന 9 പോയിന്റും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ത്രൂ OPD. OPDയിലെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആണ്. എന്താണ് OPDയിൽ വരുന്ന പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി IPDയിലേക്ക് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. അതെന്താണ് 9 എണ്ണോട്. അപ്പൊ അതിന്റെ ഇടയിൽ വേറെ കുറച്ച് പോയിന്റുകൾ വന്നിട്ടുണ്ട് അല്ലെ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അതിന്റെ ഇടയിൽ. പിന്നെ എന്താണ് നഴ്സിംഗിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ആരപ്പോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയിൽ ഇങ്ങനെ കൂടിക്കളരുമ്പോ എന്തൊക്കെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്? എന്തൊക്കെയാണ്? റിസീവിംഗ് പേഷ്യന്റിനെ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. നെക്സ്റ്റ് OPD ഫുൾ ഫോം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. എന്ന് വെച്ചാല് ജസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വരില്ലേ, എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടെങ്കിലും പനിയോ ഫീവറോ അതല്ലെങ്കിൽ വയറുവേദന അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വരുന്നതാണ് OPD. എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ വരുന്നത്. റിസീവിംഗ് ദ പേഷ്യന്റിനെ സ്വീകരിക്കുക. നെക്സ്റ്റ് എന്താണ്? റെക്കോർഡിംഗ് സോഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുക. എന്തൊക്കെയായിരിക്കും? നെയിംസ് അങ്ങനെയുള്ള സോഷ്യൽ ഡാറ്റാസ്. നെക്സ്റ്റ് തേർഡ് അഡ്മിഷൻ പ്രൊസീജിയർ എന്താണ്? മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPDയിൽ നടക്കുന്ന മെഡിക്കൽ എക്സാമിനേഷൻ. അതെന്താണ്? ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സെക്ഷനിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് എന്താണ്? ഡോക്ടർ പേഷ്യന്റിനെ പരിശോധിച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം എന്താണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്ത് അവർക്ക് ഏത് വാർഡിലേക്കാണോ അവർ അഡ്മിറ്റ് ആക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അത് അഡ്മിഷൻ ഡെസ്കിന്റെ ആ ഒരു കേസ് ഷീറ്റില് റെക്കോർഡ് ചെയ്ത് അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ആദ്യം പേഷ്യന്റിനെ സ്വീകരിച്ച് അത് കഴിഞ്ഞിട്ട് എന്ത് അവരെ സോഷ്യൽ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് അതിനുശേഷം പേഷ്യന്റ് എന്ത് ചെയ്ത് ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്ത് അപ്പൊ അവരെ അഡ്മിറ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡോക്ടർ കൺസൾട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് അവരെന്ത് ചെയ്യണം? IPDയിലേക്ക് അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. അപ്പൊ അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് 4th പോയിന്റ് വരുന്നത്. അതെന്താ? ട്രാൻസിന് വരുന്നത് സ്വന്തമായിട്ട് നടന്നു പോകാനൊക്കെ പറ്റിയിട്ട് അവര് നടന്നു പോവുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, നടക്കാൻ ബുദ്ധിമുട്ട്, ക്ഷീണം, അതല്ലെങ്കിൽ ഭയങ്കരമായ അസുഖങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യുക? അവരെ വീൽ ചെയേഴ്സിൽ കൊണ്ടുപോവുക. അതല്ല പേഷ്യൻസിനെ ആംബുലൻസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് ചെയ്യുക? അവരെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുക. പിന്നെ എന്ത് ചെയ്യുക? അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് അഡ്മിറ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് അവർ IPDയിലേക്ക് കൊണ്ടുപോകും. അതിന് എന്ത് ചെയ്യുക? റിസീവ് ദ പേഷ്യന്റ് ബൈ നേഴ്സ് ആ പേഷ്യന്റിനെ സ്വീകരിച്ച് എന്നിട്ട് അനുവദിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് 4 പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക? പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റിനെ പ്രിലിമിനറി ഒബ്സർവേഷൻ. അത് കഴിഞ്ഞിട്ട് ചാർട്ടിങ്. നെക്സ്റ്റ് എന്താണ്? ഫോളോ ഓർഡേഴ്സ് ബൈ കൺസൾട്ടന്റ് ഡോക്ടർ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഓർഡേഴ്സ് കൊടുത്തിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാനോ അതല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് നടപടികൾ എന്താണെങ്കിലും സ്കാനിങ്ങുകളോ അതല്ലെങ്കിൽ എന്താണ് എൻഡോസ്കോപ്പി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ നേഴ്സ് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ എന്താണ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ? പേഷ്യന്റിന്റെ എന്താണ് വാല്യുബിൾ ആയിട്ടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും ക്ലോത്തിങ് ഒക്കെ കെയർ ചെയ്യുക. ക്ലിയർ ആയോ? എത്രയും ഭാഗം. നെക്സ്റ്റ് ഇനി അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിഷനും കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കിയോ?
ഇതിന്റെ പേര് വാഹിദ. ഓക്കെ. ഈ OPD, IPD, MLC അങ്ങനെയുള്ള ഇതുകളൊക്കെ ഫുൾ ഫോം ഒക്കെ എഴുതി വെക്കണം കേട്ടാ. ഇനി ഇതില് കുറച്ച് IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിൽ പോകുമ്പോ IP, OP എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? IP സെക്ഷൻ, OP സെക്ഷൻ എന്നൊക്കെ പറഞ്ഞ മാറ്റി OP ഇരിക്കുന്ന ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതന്നെ, അതാണിത്. ഇന്നെടുത്തത് അല്ലേ? ഇന്നെടുത്തത് ഇവിടെ മുതലാണ് ഇന്ന് മാം എടുത്തത്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. ഇനി മാമിന് ഇതില് എമർജൻസി അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അത് ഒരു ചെറിയ സെക്ഷനേ ഉള്ളൂ കേട്ടോ, ഒരു ഇത്തിരിയുള്ള ഭാഗം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ, ഈ നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക, അങ്ങനെയുള്ള ക്ലെയിമൊക്കെ ചെയ്യൂലേ, ആ സെക്ഷൻ ആണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേഷൻ. ഇനി മിസ്സിന് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സെക്ഷനെ ഉള്ളു എടുക്കാനായിട്ട് ഈ പാഠത്തിൽ, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇനി ഫ്രൈഡേ ആണ് മിസ്സിന് ക്ലാസ് ഉള്ളത്. അപ്പൊ ആ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അതിന്റെ പ്രിന്റ് എല്ലാവരും എടുക്കാൻ പറ്റുന്നവര് എടുത്ത് സൂക്ഷിക്കുക, എടുത്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. കുറച്ചുകൂടെ മുമ്പ് പ്രിന്റ് എടുത്തിട്ടില്ല റിനീസ? PDF നോക്കിയാണ് പഠിക്കുന്നത്. MLC എന്ന് പറഞ്ഞാല് മെഡിക്കോ ലീഗൽ കേസസ് എന്ന് വെച്ചാൽ പോലീസിന്റെ അറിവിലേക്കായി കൊടുക്കുന്ന കേസുകളാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ. എന്താണ്? ആക്സിഡന്റ് കേസുകള്, പിന്നെന്താണ് റേപ്പ് കേസുകള്, റേപ്പ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ട് വരുന്ന റേപ്പ്, പിന്നെന്താണ് സൂയിസൈഡിന് അറ്റംപ്റ്റ് നടത്തിയിട്ട് കൊണ്ടുവരില്ലേ, പിന്നെന്താ വിഷാംശം ഉള്ളിൽ ചെന്ന് പോയിസണ് ഉള്ളിൽ ചെന്നിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ്, പിന്നെന്താ സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും ഇൽനെസ് ഇഞ്ചുറീസ് ഒക്കെ പറ്റിങ്ങാണ്ട് കൊണ്ടുവരുന്ന കേസുകളൊക്കെ എന്ത് ചെയ്യും അവിടത്തെയുള്ള ഡോക്ടർ. അപ്പൊ അതേ ടൈം ഏത് ഡോക്ടറാണോ ഉള്ളത് ഡ്യൂട്ടിയിലുള്ളത് ആ ഡോക്ടർ നോക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും പോലീസിനെ വിവരം അറിയിക്കും. അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മതി. ഇംഗ്ലീഷില് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തില്ല? ആരാണ് ചോദിച്ചത്? മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നോ? അറ്റൻഡ് ചെയ്തിരുന്നോ? അതേപോലെ ഇംഗ്ലീഷിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളുടെ മോക്ക് ടെസ്റ്റുകൾ, കണ്ട ക്ലാസ്സുകളുടെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്തു നോക്കാം. അപ്പൊ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെ. ഗൂഗിൾ ക്ലാസ് റൂമിൽ കിടക്കുന്നുണ്ട്.
ആണ്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടിരുന്നോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടിരുന്നോ? ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇല്ല. ഗൂഗിൾ ക്ലാസ് റൂമിൽ എടുക്കുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും മാം പറഞ്ഞിട്ടുണ്ട്. നിഷ മാമാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തത്. നമ്മുടെ പരീക്ഷയെ കുറിച്ചും സിലബസിനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്ന് കണ്ടു നോക്കും. നിഷ മാം ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തത് നിഷ മാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇന്നലെ വരെയുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. 4 മൊഡ്യൂൾ ഉണ്ട്, 4 പേപ്പേഴ്സ്. അപ്പൊ ക്ലാസ്സിൽ ഇന്നടുത്ത ഭാഗമൊന്നും ഡൗട്ട്സ് ഇല്ല. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഭാഗം എല്ലാവർക്കും ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക കേട്ടാ. കയ്യിലുണ്ടായിരിക്കാം. അപ്പൊ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സ്ക്രീനിൽ കാണുന്നതിനേൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രിന്റിൽ തന്നെ നിങ്ങൾക്ക് എഴുതി വെക്കാനൊക്കെ പറ്റുമെങ്കിൽ നമുക്ക് മിസ് പറയുന്നത് അപ്പൊ തന്നെ വേണമെങ്കിൽ പ്രിന്റിന്റെ മോഡലില് എഴുതാനൊക്കെ പറ്റും. നിങ്ങൾക്ക് PDF ഉണ്ട് ഗൂഗിൾ ക്ലാസ് റൂമില്, നിങ്ങൾക്ക് PDF ഇട്ടിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല. മോക്ക് ടെസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള ക്ലാസ്സുകളുടെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കട്ടാ. ഓക്കെ. ഇന്നത്തെ ക്ലാസ് മിസ്സിന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി പോർഷൻ എടുക്കാം. പുതിയ ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.